ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനൊക്കെ ഇവിടെ ജോലിക്ക് വന്ന സമയത്ത് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊന്നും അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അന്ന് ഈ ലൈസൻസ് ഒക്കെ റിന്യൂ ചെയ്യാനൊക്കെ വേണ്ടത് നമുക്ക് ഡേറ്റ ചെക്കും അതുപോലെ തന്നെ ഹയർ ഇക്വലൻസിയും ലോവർ ഇക്വലൻസിയും ആയിരുന്നു വേണ്ടത്. അതൊക്കെയായിരുന്നു അന്ന് വേണ്ടത്. അപ്പം ഞങ്ങൾ ഡേറ്റ ചെക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2 ഇയറോ 1 ഇയറോ കണ്ടായപ്പോഴാണ് അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഡേറ്റ ചെക്ക് ഒന്നും വേണ്ട, ഇനിയിപ്പോൾ ഹയറും ലോവറും ആണ് മസ്റ്റ് എന്ന്. പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ ഹയറും ലോവറും ഒക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ അതിനും കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പം ലൈസൻസ് റിന്യൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ BLSന്റെ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഹയറും ലോവറും നമ്മൾ ചെയ്തിരിക്കണം. ലോവർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഹയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോവറിൻ്റെ അവിടെ നിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാണ് നമ്മൾ ഹയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാവേ. പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ വിസ റിന്യൂവൽ ചെയ്യാൻ നേരത്തെയൊക്കെ നമുക്ക് പാസ്പോർട്ട് മാത്രം മതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് MOHലേക്ക് വരുന്ന നഴ്സുമാർക്കാണെങ്കിലും ഇപ്പോൾ പ്രൈവറ്റിലേക്ക് വരുന്ന നഴ്സുമാർക്കാണെങ്കിലും എല്ലാവർക്കും ഇപ്പം വരുന്നവർക്കെല്ലാം അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ വരുന്നവർക്ക്. പക്ഷേ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവരെല്ലാം ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ അവർ പ്രോസസ്സിംഗ് ആയിട്ട് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ട്രാൻസ്ലേഷൻ. ഞാൻ ഉൾപ്പെടെ ഞാനും ഇപ്പോൾ എൻ്റെ വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തത് അറബിയിലോട്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ്. 10th വേണം, +2 വേണം, അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് വേണം, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, മിഡ് വൈഫറി എന്ന് എഴുതിയേക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. 4 സർട്ടിഫിക്കറ്റാണ് നമ്മൾ അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനകത്ത് ഒരു സ്റ്റാമ്പും വേണം, നമ്മുടെ ഫോറിൻ അഫേഴ്സിൻ്റെ ഒരു സ്റ്റാമ്പും വേണം. അതിന് 5 KD കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ സ്റ്റാമ്പ്. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പേപ്പറിൽ വേണം നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ. അതൊക്കെ അവർ ചെയ്തു. ഒരുപാട് ടൈപ്പിസ്റ്റ് സെൻറ്റേഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ അവരെ ആരെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ഞാനും കൊടുത്ത് 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടി. അത് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ അവർ കമ്പ്യൂട്ടർ വഴി നമ്മളുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ വിസ റിന്യൂവൽ ചെയ്യും. നേരത്തെയൊക്കെ ആണെങ്കിൽ പാസ്പോർട്ട് മാത്രം മതിയായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഇതൊക്കെയാണ്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അറബിയിലാക്കി അത് പേപ്പേഴ്സ് എല്ലാം അവിടെ കൊണ്ട് കൊടുക്കണം. അവരാണെങ്കിൽ മിനിസ്ട്രിയിൽ നമ്മുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിപ്പോൾ വിസയൊക്കെ റിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത് നഴ്സുമാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവരാണെങ്കിലും നമ്മൾ നേരത്തെ നിന്ന് വിസയൊക്കെ റിന്യൂവൽ ചെയ്യാൻ വിസ തീരാറായി വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് ഹയറും ലോവറും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇതും ചെയ്തിരിക്കണം, ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കണം കേട്ടോ. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ആ സർട്ടിഫിക്കറ്റും ആ സ്റ്റാമ്പിൻ്റെ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇതിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റസ്റ്റേഷൻ്റെ കാര്യങ്ങൾ, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അത് വീണ്ടും ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 10th ചെയ്യണം, +2 ചെയ്യണം, നമ്മുടെ ഡിഗ്രി ചെയ്യണം, നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ മാർക്ക് ഷീറ്റ് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഈ മാർക്ക് ഷീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മാർക്ക് ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റസ്റ്റേഷൻ. ഇപ്പം മാർക്ക് ലിസ്റ്റ് വേണ്ടാന്നാണ് പറയുന്നത്. ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റേഷൻ ചെയ്യുക, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ. മാർക്ക് ലിസ്റ്റിൽ ഞാൻ ചെയ്തത് എൻ്റെ 4th ഇയറിലെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഞാൻ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 വർഷത്തെ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ലിസ്റ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. മാർക്ക് ലിസ്റ്റ് വേണ്ടാന്നാണ് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത്. പക്ഷേ മറ്റുള്ള സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നിങ്ങൾ അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. മാർക്ക് ലിസ്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് ജെനുവിൻ ഏജൻസിയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ ചെയ്ത ഏജൻസിയിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമായി തീരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരാത്തത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.